നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ടുള്ള 3 ടിപ്സുകളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാകും ഗൂഗിൾ മാപ്പ് എന്നുള്ള ആപ്പ്. പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ മാപ്പ് ഇതുപോലെ ഓപ്പൺ ആക്കുക. ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും താഴെ ഭാഗത്ത്. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് ഈ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നാമതായിട്ട് നാവിഗേഷൻ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ നാവിഗേഷൻ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ആപ്പിനകത്ത് ഇതുപോലെ ഈ 2 ഓപ്ഷൻ പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്തും പ്ലേ വോയിസ് ഡ്യൂറിങ് ഫോൺ കാൾസ് എന്നുള്ള ഈ 2 ഓപ്ഷൻ ഇതുപോലെ എനേബിൾ ആയിരിക്കും. ഇത് രണ്ടും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമതായിട്ട് നമ്മൾ ഓവർ ബ്ലൂടൂത്ത്, അതായത് നമ്മൾക്ക് ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ബ്ലൂടൂത്തിൽ എന്തെങ്കിലും ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാളുമായി സംസാരിക്കുന്നതിനിടയ്ക്കും നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് യാത്ര തുടരുകയാണെങ്കിൽ അതിനകത്തുള്ള ആ വോയിസ്, അതായത് നമുക്ക് വഴി പറഞ്ഞു തരുന്ന ആ ഒരു ശബ്ദം, ആ ഒരു ചേച്ചിയുടെ ശബ്ദം നമ്മുടെ ബ്ലൂടൂത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ഓവർ ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ. രണ്ടാമത്തെ ഡ്യൂറിങ് ഫോൺ കാൾ എന്നുള്ള ഓപ്ഷനാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമായിട്ട് കോൾ ചെയ്യുമ്പോൾ ആ കോൾ ചെയ്യുന്നതിനിടയ്ക്കൊക്കെ നമുക്ക് കയറി നമ്മുടെ ഗൂഗിൾ മാപ്പിൽ വഴികൾ പറഞ്ഞു തരും. അത് ഒരു വോയിസ്, ആ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ നമ്മുടെ ഒരു വോയിസ് നമുക്ക് ഇറിറ്റേഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ ഡ്യൂറിങ് ഫോൺ കാൾസ് എന്നുള്ള ഓപ്ഷൻ. ഇനി ഗൂഗിൾ മാപ്പിനകത്തുള്ള രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ, അതായത് ഏറ്റവും മുകളിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈം ലൈൻ എന്ന് കാണാൻ സാധിക്കും. യുവർ ടൈം ലൈൻ എന്നുള്ള ഓപ്ഷൻ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കൊക്കെ യാത്ര ചെയ്യുന്നതെന്ന് ഗൂഗിൾ കൃത്യമായിട്ടത് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ടൗണിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്തേക്കോ ഹോട്ടലിലേക്കോ ഒക്കെ നിങ്ങൾ യാത്ര പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അതൊക്കെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് സേവ്ഡ് ആയിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് കാണാൻ സാധിക്കും ഓരോ ദിവസത്തിൻ്റെയും ഇതുപോലെ നമുക്ക് എവിടെയൊക്കെ വിസിറ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് കാണും. ഇവിടെ മുകളിൽ ഡേറ്റ് ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഡേറ്റാണ് വേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് ബൈക്കിലാണോ യാത്ര പോയത്, അതല്ല മറ്റേതെങ്കിലും രീതിയിലാണോ ഡ്രൈവ് ചെയ്ത്, എത്ര സമയം നമ്മൾ അതിനകത്ത് ആ ഒരു സ്ഥലത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണാം. മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഈ പ്രൊഫൈൽ പിക്ചർ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓഫ്ലൈൻ മാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓഫ്ലൈൻ മാപ്സ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇൻ്റർനെറ്റ് കവറേജ് ഇല്ല, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ അവസാനിക്കും, അല്ലെങ്കിൽ വൈഫൈയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ഒരു യാത്ര പോവുകയാണ്, ആ സ്ഥലത്തേക്കുള്ള ഇൻ്റർനെറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ മാപ്പ് ഉപയോഗിച്ച് യാത്ര പോകാൻ സാധിക്കും. അതായത് മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഈ ഗൂഗിൾ മാപ്പിൻ്റെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഫ്ലൈൻ മാപ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇവിടെ താഴെ ഭാഗത്ത് കാണാം സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡ്രാഗ് ബോക്സ് വരും. നമുക്ക് എവിടേക്കാണ് നമ്മൾ യാത്ര പോകുന്നെങ്കിൽ അത് കൃത്യമായി ഇതുപോലെ സൂം ചെയ്ത് ആ സ്ഥലം മുഴുവനായിട്ട് ഈ ഒരു ബോക്സിനകത്ത് ഉൾക്കൊള്ളിക്കുക. അത് നിങ്ങൾ എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് അത് ഈ ബോക്സിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് എന്നുള്ള ഈ ബ്ലൂ ബട്ടൺ ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു മാപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗൂഗിൾ മാപ്പിലോട്ട് നമ്മൾ ഇനി ഏതെങ്കിലും സമയത്ത് നമുക്ക് ഈ ഒരു മാപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് യാത്ര തുടരാൻ സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ലാതെ അതിനകത്തേക്ക് നമുക്ക് യാത്ര പോകാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഗൂഗിൾ മാപ്പ് പെട്ടെന്ന് ഡൗൺലോഡ് ആകുന്നില്ലെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഓവർ വൈഫൈ ഓൺലി എന്നർത്ഥമായിരിക്കും. അതെടുത്തിട്ട് ഓവർ വൈഫൈ ഓർ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളടത്ത് സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ മതി. എന്നാൽ അത് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഇനി നാലാമത്തെ ഗൂഗിൾ മാപ്പിനകത്തുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം. അധിക സുഹൃത്തുക്കൾക്ക് അറിയുന്നതാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷിലാണ് അതിൻ്റെ ലാംഗ്വേജ് കിട്ടുക. ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് വഴികൾ പറഞ്ഞു തരാം. എന്നാൽ നമുക്ക് മലയാളത്തിൽ അതിൻ്റെ വഴികൾ പറഞ്ഞു തരുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രൊഫൈൽ പിക്ചർ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇതിനകത്ത് നമ്മൾ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. നാവിഗേഷൻ സെറ്റിങ്സ് എന്ന് കാണും താഴെ ഭാഗത്ത്. അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ കാണാൻ സാധിക്കും വോയിസ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ഞാൻ ഓൾറെഡി മലയാളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടേത് ഇത് ഇംഗ്ലീഷ് ആയിരിക്കും, മലയാളം അല്ലെങ്കിൽ. ജസ്റ്റ് അതിനകത്ത് ഈ വോയിസ് സെലക്ഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് മലയാളം സെലക്ട് ചെയ്യുക. മലയാളം സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മലയാളത്തിൽ അതിൻ്റെ വോയിസ്
അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പ് മലയാളത്തിൽ വഴികൾ പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർക്ക് 4 ട്രിക്കാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.